നമസ്കാരം രുചികയുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഇന്നൊരു സ്നാക്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. പനീർ വെച്ചിട്ടുള്ള ഒരു പനീർ ഫിംഗർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇത് ഉണ്ടാക്കാനായി എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്, അതുപോലെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് നമ്മൾ 200 ഗ്രാം പനീറാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. പനീർ ഫിംഗേഴ്സ് ആയതുകൊണ്ട് തന്നെ നമ്മളിത് നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് ഇനി ഹാഫാക്കാം. ഈ ഒരു ഭാഗത്തിന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പം എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിങ്ങിനായിട്ട് ഇതൊരു ബൗളിലോട്ട് മാറ്റാം. നമ്മൾ ചെറിയൊരു മസാല ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇടാം. അതുപോലെ 1 ടീസ്പൂൺ മുളക് പൊടി, ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തത്, അതൊരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. കുരുമുളക് എടുത്തിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. കൂടെ ഇടാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത പനീർ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ കോട്ടായി വന്നിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് നമുക്ക് ഇതിവിടെ വെക്കാം. ഇനി ഇതിൻ്റെ കൂടെ ഒരു ബാറ്റർ ഉണ്ടാക്കുന്നുണ്ട്, അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. ഇനി ഒരു ബാറ്റർ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം വേണ്ടത് മൈദപ്പൊടിയാണ്. മൈദ നമ്മൾ 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അതുപോലെ കുരുമുളക് പൊടി ഇടാം. ഒരു 1/2 മുതൽ 3/4 ടീസ്പൂൺ വരെ ഇട്ടിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു ബാറ്റർ ഉണ്ടാക്കുകയാണ്. ഒരുപാട് ലൂസ് ആവണ്ട. ഇതിൻ്റെ കൂടെ വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. അപ്പം ഞാനത് എടുത്തു വെച്ചിട്ടുണ്ട്. ബ്രെഡ് നമുക്ക് പൊടിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള എടുത്തതാണ്. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ പനീർ, അതിൻ്റെ ഓരോന്ന് എടുത്തിട്ട് ഈ ബാറ്ററിൽ ആദ്യം മുക്കാം. ഇതിൽ കോട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഓയിൽ ഒഴിച്ചു നല്ലപോലെ ചൂടാക്കണം. ചൂടായി വരുമ്പോൾ നമുക്ക് ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ പനീർ ഫിംഗർ റെഡി ആയിട്ടുണ്ട്. എന്ത് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതുപോലെ തന്നെയാണ്, അടിപൊളി ടേസ്റ്റാണ്. ഗസ്റ്റൊക്കെ വരുമ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ ഈവനിങ് സ്നാക്സ് ആയിട്ടും ട്രൈ ചെയ്യാവുന്നതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.